ഹലോ, ഇന്ന് നമ്മൾ മാരേജസിനൊക്കെ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേപ്പ് ഗൗണിൻ്റെ സ്റ്റിച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ കേപ്പിൻ്റെ കട്ടിങ് ഒന്ന് കണ്ടോക്കാട്ടോ. ഇവിടെ ഞാൻ 2 മീറ്റർ ക്ലോത്താണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നെറ്റ് ഫാബ്രിക്കിൽ വർക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. നമുക്ക് ഏത് ഫാബ്രിക്കിലും വന്നിട്ടും ഈ കേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 44 ഇഞ്ചിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഈ 44 ഇഞ്ചിൻ്റെ ക്ലോത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫാബ്രിക്കിൽ ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി നീറ്റായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പേപ്പറിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേപ്പർ നമ്മൾ 2 മീറ്ററാണെന്ന് വിചാരിക്കുക. ഈ 2 മീറ്റർ പേപ്പറിനെ നമ്മൾ സെൻറ്ററാക്കിയിട്ട് മടക്കുന്നുണ്ട്. സെൻറ്ററാക്കി മടക്കുമ്പോൾ നമുക്ക് അറിയാലോ 1 മീറ്ററിന് ഓരോ പീസസ് വീതമാണ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പോർഷന് ഇറക്കം കുറച്ചിട്ടാണ് നമ്മൾ വെക്കുക. അതായത് യോക്ക് പോർഷൻ്റെ അത്ര ലെങ്ത്ത് നമ്മൾ കൊടുക്കുള്ളൂ. ബാക്ക് പോർഷനിൽ നമ്മൾ ഫുൾ ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് ഇത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഫുൾ ലെങ്ത്ത് അതായത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, കുറേ വേസ്റ്റേജ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. 60 ഇഞ്ചിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ നേരെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് 44 ഇഞ്ചിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റർ മടക്കിയതിന് ശേഷം ഓരോ മീറ്ററിൻ്റെ 2 പീസസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് 1 മീറ്ററിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം ഒരു ഈ ഓപ്പോഷനിൽ എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് പിന്നെ ഒരു എക്സ്ട്രാ 4 ഇഞ്ചും കൂടെ കൂട്ടുക. ആ 4 ഇഞ്ചും കൂടെ കൂട്ടിയതിന് ശേഷം നമ്മൾ ആ വിടത്തിൽ നമ്മൾ ഈ പേപ്പർ മടക്കി വെക്കുന്നുണ്ട്. ശേഷം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മൾ ലെങ്ത്തിലും മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ആ പോർഷനിൽ നെക്ക് എത്രയാണോ വേണ്ടത് അത് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പർ ഫുള്ളായിട്ട്, അതായത് ക്ലോത്താണ്, പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ലെങ്ത്തിൽ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ, അതായത് ഫ്രണ്ട് പോർഷനിക്ക് എത്ര ഇറങ്ങി നിൽക്കണം, അത് സെയിം ആവുമല്ലോ നമ്മൾ ഷോൾഡറിൻ്റെ അവിടേക്കൊക്കെ ഇറക്കം കൊടുക്കുക. ആ ഇറക്കം എത്രയാണോ വേണ്ടത് അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആവും വരിക. അത് എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് നമ്മളത് ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. അത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് എത്ര വേണ്ടത് ആ ഫ്രണ്ടിലുള്ള പോർഷനിലേക്കും നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാം. അപ്പോൾ ഈ ബാക്കിലേക്കുള്ള ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ 1 മീറ്റർ ലെങ്ത്തിൽ ഇത് നമ്മൾ മടക്കി വെക്കണം. മടക്കി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ജസ്റ്റ് ആദ്യം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം അതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെയെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ബാക്ക് പോർഷനിൽ എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യോക്ക് പോർഷനിലുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എത്ര ലെങ്ത്തിൽ വേണമെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി ഈ പോയിൻറ്റ്സ് നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ഫുൾ ലെങ്ത്ത് നമ്മൾ ഇതേപോലെ വരച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ബോട്ടം പോർഷനിലെത്തുമ്പോൾ നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്തിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം കർവ് വേണോ ആ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബാക്കി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇതിപ്പോൾ പേപ്പറിൽ ചെയ്യണതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ റഫായിട്ട് ഫിഗേഴ്സ് വരച്ചിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ നല്ലപോലെ മാർക്കിങ്സൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി നീറ്റായിട്ട് ഇതേപോലെ ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇങ്ങനെ ഇട്ട വരിക. ഇതാണ് ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന പോർഷന്. ബാക്കിയുള്ളത് ബാക്കിലേക്ക് നമ്മൾ വെയിൽ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ
ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോണത്. ഇതിലിപ്പോൾ നമ്മൾ ബാക്കിൽ അതേപോലെ ഒരു ചെറിയ ജോയിൻറ്റ് വരും. അത് നമ്മൾ വിസിബിൾ ആവാത്ത രീതിയിൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 ഇഞ്ചിൻ്റെ തുണിയിൽ ചെയ്യുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് കുറച്ചും കൂടി ഈസിയുള്ള മെത്തേഡാണ്. എനിക്കിപ്പോൾ 44 ഇഞ്ചിൻ്റെ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്യുന്നത്. ആ മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ആ ജോയിൻറ്റിൻ്റെ പോർഷൻ ആട്ടോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. വർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്ര വിസിബിൾ ആവില്ല ഈ സ്റ്റിച്ചിങ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉള്ളിലൊരു സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മറിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കഴിയും. ഇനി നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യണത്. നെക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇത്രയും ചെയ്താൽ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതേപോലെ ഫ്രണ്ടിൽ ഞാനൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് ഹാങ്ങിങ് കൊടുക്കണില്ല. അതിന് പകരം നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മൾ കേപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിയും. അപ്പോൾ ഇനി ഇതിൻ്റെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ 60 ഇഞ്ചിൻ്റെ തുണിയിൽ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.